പൊതുവെ ആൻഡ്രോയിഡ് വേഴ്സസ് ഐഫോൺസിലേക്ക് വരുമ്പോൾ ഐഫോണുകാർ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഐഫോണിൽ പ്രൈവസി ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണിൽ പ്രൈവസി ഇല്ല എന്ന്. പക്ഷേ സത്യത്തിൽ ആൻഡ്രോയിഡ് ഫോണിൽ അത്രമാത്രം മോശം പ്രൈവസി ആണോ? നിങ്ങളുടെ സാംസങ് ഗാലക്സി സ്മാർട്ട് ഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾ നോക്സ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടു കാണും. സോ സത്യത്തിൽ എന്താണ് നോക്സ് സെക്യൂരിറ്റി? ഈ ഒരു നോക്സ് സെക്യൂരിറ്റി നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോണിൽ ചെയ്യുന്നുണ്ടോ, അതോ ചുമ്മാ പേരിന് വേണ്ടി എന്തോ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണോ? വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. 2013 സാംസങ് അവരുടെ ഡിഫൻസ് ഗ്രേഡ് സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ടുള്ള സാംസങ് നോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യുക, പാസ്വേഡ്സ് പ്രൊട്ടക്ട് ചെയ്യുക, പിൻ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ ബയോമെട്രിക് ഡേറ്റ, ഫിംഗർ പ്രിന്റ് എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ആശയത്തോടു കൂടിയാണ് സാംസങ് നോക്സ് ഏറ്റവും ആദ്യം വന്നത്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മലീഷ്യസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, മാൽവെയർസ് ഉണ്ടെങ്കിൽ, സ്പൈവെയർസ് ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി സാംസങ് നോക്സിന് ഉണ്ടായി. സോ സാംസങ് നോക്സ് വർക്ക് ചെയ്യാനായിട്ട് ആക്ച്വലി രണ്ട് ഭാഗങ്ങളുണ്ട്. സാംസങ് നോക്സിന് ഒരു ഹാർഡ്വെയർ പാർട്ടും ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ പാർട്ടും ഉണ്ട്. അതുപോലെ തന്നെ സാംസങ് നോക്സിന് 60 സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പല രാജ്യങ്ങളിലായിട്ട് പല ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഇതേപോലത്തെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് 60 സർട്ടിഫിക്കേഷൻസ് ആണ് സാംസങ് നോക്സിനുള്ളത്. സാംസങ് പറയുന്നത് നോക്സ് പ്ലാറ്റ്ഫോം ഏകദേശം 1 ബില്യൺ ഗാലക്സി ഡിവൈസുകളിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട് എന്നും അത് സാംസങ് യൂസേഴ്സിന്റെ പ്രൈവസിനെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുമാണ്. പക്ഷേ എങ്ങനെ? പൊതുവെ ആം ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിനകത്ത് ഒരു ട്രസ്റ്റഡ് സോൺ ഉണ്ടാവും. അതിപ്പോൾ നമ്മുടെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആപ്പിൾ സിലിക്കൺ ആയിക്കോട്ടെ, അതിനകത്തൊരു ട്രസ്റ്റഡ് സോൺ ഉണ്ടാവും. ഈ ട്രസ്റ്റഡ് സോൺ എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. നമ്മുടെ നോർമൽ ആൻഡ്രോയിഡിൽ നിന്നും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്യൂർ സോൺ ആയിരിക്കും. ഈ ഒരു സ്ഥലത്തായിരിക്കും നമ്മുടെ ബയോമെട്രിക് ഡേറ്റ, ഫിംഗർ പ്രിന്റ് ഡേറ്റ, ഫേസ് ഐഡിയുടെ ഡേറ്റ, പാസ്വേഡ്സ്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സേവ്ഡ് ആയിട്ടുള്ള പിൻസ് ഇതെല്ലാം പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ ഇതിന് കുറച്ച് എക്സ്ട്രാ പെർമിഷൻസ് വേണം. ചുമ്മാ അത് എല്ലാവർക്കും അതിനകത്ത് നിന്ന് ഡേറ്റ കയറ്റാനോ മോഡിഫൈ ചെയ്യാനോ പറ്റില്ല. ഇതിനെ ട്രസ്റ്റഡ് സോൺ എന്ന് വിളിക്കും. ഈ ട്രസ്റ്റഡ് സോൺ ആക്ച്വലി ഒരു ചിപ്പാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ അകത്തുള്ള പ്രോസസറിലെ ഒരു ഭാഗമായിരിക്കും ഈ ഒരു ട്രസ്റ്റഡ് സോൺ ചിപ്പ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ നമുക്ക് ഹാക്കേഴ്സിനെ കയ്യിൽ നിന്ന് നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ അകത്തുള്ള സ്മാർട്ട് ഫോൺ ചിപ്സെറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് അതിനെ ഹാക്ക് ചെയ്യാനായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല. സോ 2021 സാംസങ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ സ്വന്തമായിട്ടുള്ള ട്രസ്റ്റഡ് സോൺ അല്ലെങ്കിൽ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവറോൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അതിന് അവർ പേരിട്ടത് നോക്സ് വോൾട്ട് എന്നായിരുന്നു. ഈ നോക്സ് വോൾട്ട് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോസറാണ്. നോർമലി നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള പ്രോസറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പ്രോസറാണ്. ആൻഡ് ഇത് നമ്മുടെ നോർമൽ പ്രോസറിൽ നിന്നും സെപ്പറേറ്റഡ് ആണ് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ പ്രിവിലേജസ് വേണം, കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. സോ നോർമലി ഉള്ള ട്രസ്റ്റ് സോണിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോസർ തന്നെയാണ് ആൻഡ്രോയിഡിന്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ട്രസ്റ്റ് സോൺ ഉള്ളതെന്നുകൊണ്ട് എല്ലാം കൂടെ ചെയ്യാനായിട്ട് കുറച്ചധികം ബേർഡൻ ഈ ഒരു പ്രോസറിനകത്ത് വരും. പക്ഷേ ഈ ഒരു സാംസങ്ങിൻ്റെ സെക്യൂർ അല്ലെങ്കിൽ നോക്സ് വോൾട്ട് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്രോസസ്സർ അതിൻ്റെ പണി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടത്തും. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് സെക്യൂരിറ്റിയുടെ കാര്യം മാത്രം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നോക്സ് ചിപ്സെറ്റിന് സാധിക്കും. സോ സാംസങ് ഫോണുകളിൽ നിങ്ങൾ സെക്യൂർ ഫോൾഡർ എന്നൊക്കെ കണ്ടു കാണും അല്ലേ? ഈ ഒരു സെക്യൂർ ഫോൾഡറിനകത്തൊക്കെ ഒരു ഡേറ്റ നമ്മൾ ഇടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഡേറ്റ തന്നെ നോക്സ് വോൾട്ടിലേക്ക് അല്ലെങ്കിൽ നോക്സ് സാംസങ്ങിൻ്റെ സെപ്പറേറ്റ് പ്രോസറിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ പ്രോസസ്സ് ചെയ്ത് അവിടെ എൻക്രിപ്റ്റ് ചെയ്ത് അതിനായിട്ടൊരു മെമ്മറി ഉണ്ട്, അതിനായിട്ടൊരു പ്രോസസ്സിംഗ് സ്പീഡ് ഉണ്ട്, അതിനകത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ നോർമൽ പ്രോസസർ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ലോവർ ആണെങ്കിലും അതിനകത്ത് നിന്ന് ഡേറ്റ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് നോർമൽ പ്രോസസറിൻ്റെ ട്രസ്റ്റ് സോണിലും എത്രയോ മടങ്ങ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളൊരു സാംസങ് ഗാലക്സി ഡിവൈസ് വിത്ത് നോക്സ് സെക്യൂരിറ്റി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡേറ്റ എത്രയോ മടങ്ങ് കൂടുതൽ സേഫ് ആയിരിക്കും. ഇനി ഡേറ്റ സെക്യൂർ ചെയ്യുന്നത് മാത്രമല്ല നോക്സിൻ്റെ പണി. നോക്സിനകത്ത് ഒരു റിയൽ ടൈം കേർണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്താണ് കേർണൽ? ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കാര്യമാണ് കേർണൽ. ഈ ഒരു കേർണലിനെ ഒരു ഹാക്കർ വന്ന് ഹാക്ക് ചെയ്ത് കേർണലിൻ്റെ ആക്സസ് ഹാക്കറിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, ഫുൾ കൺട്രോളും ഹാക്കറുടെ കയ്യിലായിരിക്കും. സോ എങ്ങനെയാണ് ഹാക്കർമാർ കേർണലിൻ്റെ അകത്തേക്ക് കയറുന്നത്? നിങ്ങൾ മാലീഷ്യസ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുന്നു എന്നിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ആക്സസ് ലഭിക്കുമ്പോഴാണ് ഒരു കേർണലിലേക്ക് പോകുന്നത്. എന്നാൽ കേർണലിലേക്ക് പോകുന്ന അത്ര എളുപ്പപ്പണിയൊന്നും അല്ലെങ്കിലും കേർണലിലേക്ക് കയറാനായിട്ട് ഹാക്കർമാർക്ക് സാധിച്ചാൽ പിന്നീട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒന്നിനും കൊള്ളാതെയാവും. പക്ഷേ സാംസങ് നോക്സിൻ്റെ റിയൽ ടൈം കേർണൽ പ്രൊട്ടക്ഷനകത്ത് ഒരു ഫ്യൂസ് ഉണ്ട്, അഥവാ ഇലക്ട്രിക് ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മാലിഷ്യസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടോ, മാലിഷ്യസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ, മാൽവെയർസ് ഉണ്ടോ, സ്പൈവെയർസ് ഉണ്ടോ എന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്ത് എങ്ങാനും ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തൊരു സാധനം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടെങ്കിൽ ഫിസിക്കലി ഒരു ഫ്യൂസ് കത്തിച്ച് കളയും. അതായത് ആക്സസ് പോകുന്ന ആ ഒരു വയറിലുള്ള ഫ്യൂസ് അങ്ങോട്ട് കത്തിച്ച് കളയും. ആ ഒരു സാധനം വയർ അവിടെ കത്തിച്ച് കളഞ്ഞാൽ
പിന്നീട് ഒരു ഹാക്കറിന് അവിടേക്ക് എത്താനേ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ കത്തിച്ച് കളയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ വാറണ്ടിയും കളയുന്നതായിരിക്കും സാംസങ്. സോ മാലേഷ്യ സൈഡിലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അറിയാതെ നമ്മുടെ ഡേറ്റ പോകുന്നതിൽ നിന്നുമാണ് നിങ്ങളെ ഈ ഒരു നോക്സ് സെക്യൂരിറ്റി സഹായിക്കുന്നത്. സോ മറ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മടങ്ങ് കൂടുതൽ സെക്യൂർ ആണ് ഈ ഒരു സാംസങ് ഗാലക്സി ഡിവൈസിൽ നോക്സ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ. സോ ഒരു കാലഘട്ടം വരെ ആപ്പിൾ ഫോൺസ് ആയിരുന്നു ആൻഡ്രോയിഡ് ഫോൺസിലും കുറച്ചുകൂടെ സെക്യൂർ അല്ലെങ്കിൽ പ്രൈവറ്റ് എന്നൊക്കെ പറയാവുന്നതെങ്കിലും ഇപ്പോൾ കാലവും മാറി കഥയും മാറിയിരിക്കുകയാണ്. നിങ്ങളൊരു സാംസങ് സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത്, നോക്സ് സെക്യൂരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ ഐഫോണിൽ എത്രത്തോളം സെക്യൂരിറ്റി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നോ ആ ഒരു ലെവലിൽ തന്നെയുള്ളൊരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിലും കിട്ടുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്ത് നോക്സ് സെക്യൂരിറ്റി ഉണ്ടോ എന്നറിയാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് എബൌട്ട് ഫോണിനകത്ത് പോയിട്ട് നോക്സ് സെക്യൂരിറ്റിയുടെ വേർഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആ ഒരു വേർഷൻ ലേറ്റസ്റ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തും വെക്കാം. അതിലൂടെ നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണും സെക്യൂർ ആക്കി വെക്കാവുന്നതാണ്. സോ എന്താണ് സാംസങ് നോക്സ് സെക്യൂരിറ്റി എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ മറക്കണ്ട. നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.